ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ പലരും ഹോം ലോണുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാതെ ഹോം ലോണുകൾ എടുക്കുമ്പോൾ അത് വലിയ ബാധ്യതയാകാറാണ് പതിവ്. തിരിച്ചടവ് തുകയും തവണകളും ഹോം ലോൺ ബാധ്യതയാകാനുള്ള പ്രധാന കാരണമാണ്. എന്നാൽ ആ ബാധ്യത ഒഴിവാക്കി തിരിച്ചടവ് തുകയും തവണയും കുറക്കാനുള്ള എളുപ്പ വഴികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നിലവിലത്തെ പലിശ നിരക്കിലും തിരിച്ചടവ് സാവധാനത്തിലും എടുക്കുന്ന അത്രയും തുക തന്നെ പലിശയായും അടയ്ക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് 50 ലക്ഷം രൂപയാണ് വായ്പയായി എടുക്കുന്നതെന്ന് കരുതുക. 8.5% പലിശയിൽ 20 വർഷത്തെ തിരിച്ചടവും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഏകദേശം 43,237 രൂപയായിരിക്കും. പലിശ നിരക്കിൽ മാത്രം 54.13 ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണിത്. ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ 1 കോടിക്ക് മുകളിൽ തിരിച്ചടയ്ക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തിരിച്ചടവും തവണകളും എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. ഉയർന്ന ഡൗൺ പേയ്മെന്റ്. നിങ്ങളുടെ ഭവന വായ്പയുടെ തുടക്കത്തിൽ ഉയർന്ന ഡൗൺ പേയ്മെന്റ് അടക്കാൻ സാധിക്കുമെങ്കിൽ അത് വായ്പ തുക കാര്യമായി കുറയ്ക്കാൻ സഹായിക്കും. ഇത് കുറഞ്ഞ പലിശയും പ്രതിമാസ തവണകളും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ലോൺ നേരത്തെ തിരിച്ചടയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. കൂടാതെ തിരിച്ചടവിൽ നിങ്ങൾക്ക് വലിയ തുക ലാഭിക്കാം. പ്രതിമാസ തവണകളിൽ വാർഷിക വർധനവ്. നിങ്ങളുടെ ശമ്പളത്തിലും വരുമാനത്തിലും ഓരോ വർഷവും വർധനവുണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. വരുമാനത്തിലെ വർധനവ് വായ്പ തിരിച്ചടവിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ലോൺ EMI തുക എപ്പോഴും ഒന്നു തന്നെ ആയിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ കൂടുന്നതിനനുസരിച്ച് EMI തുകയും വർദ്ധിപ്പിച്ചാൽ അതും തിരിച്ചടവ് പലിശ കുറയ്ക്കാൻ സഹായിക്കും. നേരത്തെ വായ്പ തിരിച്ചടയ്ക്കുക. പ്രതിമാസ തവണകളിലെ വാർഷിക വർധനവ് പോലെ തന്നെ പറ്റുമ്പോഴെല്ലാം കൂടുതൽ തുക അടയ്ക്കുന്നതും പരിഗണിക്കുക. ഉദാഹരണത്തിന് ബോണസ് പോലെ അധിക വരുമാനം വരുമ്പോൾ അത് വായ്പാ തിരിച്ചടവിലേക്ക് വകയിരുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോൺ എടുത്ത ആദ്യ വർഷങ്ങളിൽ തന്നെ പരമാവധി തിരിച്ചടയ്ക്കുവാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞ് പലിശ തിരിച്ചടവിൽ നേട്ടം പരമാവധി ലഭിക്കുകയുള്ളൂ. ലോണിന്റെ അവസാന ഘട്ടത്തിൽ തുക ഒരുമിച്ചടക്കുന്നത് വഴി വലിയ തോതിലുള്ള നേട്ടം ലഭിക്കുകയില്ല. റീഫിനാൻസ്. നിങ്ങളുടെ മൊത്തത്തിലുള്ള തിരിച്ചടവ് തുക കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ തന്ത്രമാണ് റീഫിനാൻസ്. പലിശ നിരക്കിലെ വ്യത്യാസം മനസ്സിലാക്കി മറ്റൊരു ബാങ്കിലേക്ക് വായ്പ മാറ്റാവുന്നതാണ്. 1% പലിശ വ്യത്യാസം പോലും വലിയ തുക ലാഭിക്കാൻ സഹായിക്കും. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. ഗണ്യമായ പണം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന മാറ്റമാണെങ്കിലും ഇത് പാരമ്പര്യേതരമാണ്. ചിലവേറിയ ഡൈനിങ്, അധിക വാങ്ങലുകൾ, സബ്സ്ക്രിപ്ഷനുകൾ ഒഴിവാക്കുന്ന ഗാഡ്ജറ്റ്സുകളും സ്മാർട്ട് ഫോണുകളും പോലുള്ള ചിലവുകൾ കുറയ്ക്കുക.